സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ സം ടു എൻ ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ് എന്ന ഭാഗത്തു നിന്നും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്കതിൻ്റെ ചില ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 + 2 + 3 + എക്സെട്ര + n. നമുക്കെല്ലാം അറിയാം സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n × n+1/2. ഇനി ഇതിനെ നമുക്ക് സിഗ്മ സിമ്പിൾസ് ഉപയോഗിച്ച് സമ്മിനെ നമുക്ക് സിഗ്മ സിമ്പിൾസ് ഉപയോഗിച്ച് എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ k = 1 to n, k = n × n+1/2. ഈ സിഗ്മ സൂചിപ്പിക്കുന്നത് സമ്മിനെയാണ്. ഇനി കെയുടെ വാല്യൂ 1 മുതൽ n വരെ മാറും. അതായത് k1, 2, 3 എക്സെട്ര അപ് ടു n വരെ കെയുടെ വാല്യൂ മാറും. അപ്പോൾ കിട്ടുന്ന ടേംസിൻ്റെ എല്ലാം കൂടെ സമ്മാണ് ഈ സിഗ്മ k = 1 to n k കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം, അതായത് 1² + 2² + എക്സെട്ര + n² = ഇതിൻ്റെ ഇക്വേഷൻ n × n+1 × 2n+1/6. ഇനി അല്ലെങ്കിൽ നമുക്കിതിനെ സിഗ്മ ഉപയോഗിച്ച് സിഗ്മ k = 1 to n k² എന്ന് എഴുതാം. ഈ ലെഫ്റ്റിലെ സമ്മിനെ സിഗ്മ k = 1 to n k², which is equal to n × n+1 × 2n+1/6. മൂന്നാമത്തെ ഇക്വേഷൻ സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, that is 1³ + 2³ + 3³ + എക്സെട്ര + n³ ഇവിടെ ക്യൂബ് എന്ന് പറയുന്നത് റൈസ് ടു 3 വരുന്നതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് വായിക്കുന്നത്. n³ = n × n+1/2 ദി ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ സിഗ്മ ഉപയോഗിച്ച് സിഗ്മ k = 1 to n k³ = n × n+1/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും, അതായത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, ഈ മൂന്ന് ഇക്വേഷനും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിലെ ഈ ഭാഗത്ത് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കാണാതെ പഠിച്ചു നോക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 1 × 2 + 2 × 3 + 3 × 4 + എക്സെട്ര. നമുക്ക് ഇതിൻ്റെ സമ്മിനെ Sn എടുക്കാം. ലെറ്റ് Sn = 1 × 2 + 2 × 3 + 3 × 4 + എക്സെട്ര അപ് ടു n ടേംസ് ആണല്ലോ. ഇതിൻ്റെ n-ാം പദം അല്ലെ nth ടേം എങ്ങനെയായിരിക്കും നോക്കുക. ഫസ്റ്റ് ടേം എന്നുള്ളത് 1 × 2 ആണ്. സെക്കൻഡ് ടേം എന്നുള്ളത് 2 × 3 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 3 × 4 ആണ്. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 × 1+1, സെക്കൻഡ് ടേം 2 × 2+1, തേർഡ് ടേം 3 × 3+1. അപ്പോൾ ഇതേ പാറ്റേണിലാണെങ്കിൽ nth ടേം എന്തായിരിക്കും? n × n+1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ nth ടേം n × n+1. അപ്പോൾ ഇത് nth ടേം ഈ രീതിയിൽ ഇൻസ്പെക്ഷനിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വേറെ മാർഗമുണ്ട്. ഈ പ്രോബ്ലത്തിന് ശേഷം പറയും. എങ്കിലും ഇൻസ്പെക്ഷനിലൂടെ കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ nth ടേം നമുക്കൊന്ന് എഴുതാം. an = n × n+1. അപ്പോൾ ഈ Sn നമുക്ക് an ഉപയോഗിച്ചൊന്ന് എഴുതാമല്ലോ nth ടേമിൻ്റെ ടേംസിൽ. അതായത് Sn = നമുക്ക് സിഗ്മ ഉപയോഗിക്കാം. സമ്മിന് സിഗ്മ k = 1 to n ak. ഇതിൻ്റെ അർത്ഥം എന്താ? കെയുടെ വാല്യൂ 1 മുതൽ n വരെ മാറും. അപ്പോൾ a1, a2, a3 എക്സെട്ര an വരെ വരുമല്ലോ. അത്രയും ടേംസിൻ്റെ സമ്മാണ് Sn, which is equal to സിഗ്മ k = 1 to n akയ്ക്ക് പകരം വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ an എന്ന് പറയുന്നത് n × n+1 ആണ്. അപ്പോൾ ak എന്തായിരിക്കും? k × k+1. ഇതിനകത്ത് n-ന് പകരം k കൊടുത്താൽ മതി. k × k+1, which is equal to sigma
കെ ഈസ് ഈക്വൽ ടു 1 to n മൾട്ടിപ്ലൈ ചെയ്യുക കെ കൊണ്ട്. കെ സ്ക്വയർ പ്ലസ് കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, രണ്ട് സമ്മാക്കി മാറ്റാം. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n കെ സ്ക്വയർ പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ആൻസർ എഴുതാം, എങ്കിലും ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഞാൻ പറയാം. സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ സ്ക്വയർ എന്താ ഈക്വൽ ടു കെയുടെ വാല്യൂ 1 മുതൽ n വരെ മാറുന്നുണ്ട്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെയുടെ വാല്യൂ n വരെ വരും, n സ്ക്വയർ ആണ്. അതായത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണാൻ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നോക്കിയേ, സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n കെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? കെയുടെ വാല്യൂ 1 മുതൽ n വരെ മാറും. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n, അതായത് സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതിന് പകരം കൊടുക്കാമല്ലോ. ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇനി നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 6 ആയി കിട്ടും. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 പ്ലസ് 3n ഇൻറ്റു n പ്ലസ് 1 ബൈ 6. ഇനി n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 കോമൺ ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 ഇൻറ്റു ഇനി ഇവിടെ എന്തുണ്ട്? 2n പ്ലസ് 1 ഉണ്ട്. ഇവിടെയോ? ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 പോകുന്നു, പിന്നെ പ്ലസ് 3 ഉള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 ഇൻറ്റു 2n പ്ലസ് 4. ഇനി ഇവിടുന്ന് വേണമെങ്കിൽ 2 കോമൺ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. വേണമെങ്കിൽ ഇവിടുന്ന് 2 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു n പ്ലസ് 2 2n പ്ലസ് 4 കിട്ടും ബൈ 6. 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ബൈ 3 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ. ഇനി ഈ പ്രോബ്ലം ചെയ്തപ്പോൾ ഇവിടെ ഈ സീരീസിൻ്റെ nth ടേം അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിച്ചത് ഇൻസ്പെക്ഷനിലൂടെയാണ്. അതായത് അതിൻ്റെ ടേംസിനെ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ nth ടേം എഴുതി. പക്ഷേ എല്ലായ്പ്പോഴും ഇത് കണക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ പാറ്റേൺ കണ്ടെത്തണമെന്നില്ല, അല്ലെ ടേംസ് തമ്മിലുള്ള ബന്ധം സാധിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ nth ടേം കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഈ സീരീസിലെ ഓരോ ടേമും 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അതായത് അതിലെ ഫസ്റ്റ് നമ്പേഴ്സ് മാത്രം എഴുതുകയാണെങ്കിൽ 1 2 3 എന്ന് പോവും. സെക്കൻഡ് നമ്പേഴ്സ് 2 3 4 എന്ന് പോവും. അപ്പോൾ ഇതിനകത്ത് nth ടേം എന്ന് പറയുന്നത് nth ടേം an എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം. ഇതിനകത്ത് ഒന്നാമത്തെ നമ്പേഴ്സ് അതൊക്കെയാണ് 1 2 3. അതിൻ്റെ nth ടേം, അതായത് nth ടേം ഓഫ് 1 2 3 എക്സെട്ര. അങ്ങനെയാണല്ലോ അതിലെ ഈ സീരീസിലെ ഓരോ ടേമിലെയും ഒന്നാമത്തെ നമ്പേഴ്സ് പോകുന്നത് 1 2 3 എക്സെട്ര എന്ന്. ഇൻറ്റു ഇനി ഈ സീരീസിലെ ഓരോ ടേമിലെയും രണ്ടാമത്തെ നമ്പേഴ്സ് എങ്ങനെയാണ്? 2 3 4 എക്സെട്ര. അത് 2-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിങ്ങനെ എഴുതാം, nth ടേം ഓഫ് 2 3 4 എക്സെട്ര. ഇതിൽ നിന്ന് എഴുതുന്നത് നോക്കുക. ഇതിനകത്ത് ഓരോ ടേമും 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്പേഴ്സ് ഇങ്ങനെ പോകുന്നു, 1 2 3 എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ nth ടേം എഴുതുമ്പോൾ ഒന്നാമത്തെ nth ടേം ഓഫ് ഈ ഒന്നാമത്തെ നമ്പേഴ്സിൻ്റെ സീക്വൻസ് 1 2 3 എക്സെട്ര ഇൻറ്റു nth ടേം ഓഫ് രണ്ടാമത്തെ നമ്പേഴ്സ് അതാണ് 2 3 4 എക്സെട്ര. ഇനി nth ടേം ഓഫ് 1 2 3 എക്സെട്ര എന്താണ്? n ആണെന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഇതൊരു AP ആണല്ലോ. APയുടെ
എ പിയുടെ nth ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണ് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അതായത് ഫസ്റ്റ് ടേം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ 1 ഇൻറ്റു ഇവിടെയോ ഇതും എ പി ആണ്. കോമൺ ഡിഫറൻസ് നോക്കുക. ഫസ്റ്റ് ടൈം 2 ആണ്. 2 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 തന്നെയാണ്. 2 3 4 എന്നാണ് പോകുന്നത്. 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു 2 പ്ലസ് എൻ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എൻ മൈനസ് വൺ എന്താവും? 1ഉം മൈനസ് 1ഉം ക്യാൻസലായിട്ട് എൻ ഇൻറ്റു ഇവിടെയോ എൻ പ്ലസ് 2 മൈനസ് 1 1 എൻ ഇൻറ്റു എൻ മൈനസ് എൻ പ്ലസ് 1. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ ഇവിടെ എൻ സിക്കൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 നമുക്ക് കിട്ടിയത്. അപ്പോൾ എളുപ്പം ഇൻസ്പെക്ഷനിലൂടെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എളുപ്പം. ഇനി കണ്ടെത്താൻ സാധിക്കുന്നില്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീരീസാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ മാർഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 3 into 1 square plus 5 into 2 square plus 7 into 3 square plus etc. തന്നിരിക്കുന്ന സീരീസ് ഇതാണ്. 3 into 1 square plus 5 into 2 square plus 7 into 3 square plus etc. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കാം. nth ടേം ഓഫ് ദി സീരീസ് an is equal to, അപ്പോൾ ഇതിലെ ഓരോ ടേംസും 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമ്പേഴ്സ് നോക്കിയാൽ 3 5 7 എക്സെട്ര എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. an is equal to nth ടേം ഓഫ് 3 5 7 എക്സെട്ര. അപ്പോൾ ആദ്യത്തെ ഭാഗം ഇതാണ് 3 5 7 എക്സെട്ര. അതിൻ്റെ nth ടേം ഇൻറ്റു അടുത്തത് നോക്കിയേ സെക്കൻഡ് നമ്പേഴ്സ് അതൊക്കെയാണ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെയാണ് പോകുന്നത്. nth ടേം ഓഫ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര വിച്ച് ഇസ് ഈക്വൽ ടു ഇത് നോക്കിയേ 3 5 7 എക്സെട്ര 3 5 7 എ പി ആണല്ലോ. ഫസ്റ്റ് ടൈം 3ഉം പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 2ഉം വരുന്ന ഒരു എ പി ആണിത്. അപ്പോൾ അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടി ദാറ്റ് ഈസ് 3 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്രയാണ്? 2 വരും ഇവിടെ ഇൻറ്റു ഇവിടെ നമുക്ക് nth ടേം ഓഫ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര. ഫസ്റ്റ് ടൈം 1 സ്ക്വയർ, സെക്കൻഡ് ടൈം 2 സ്ക്വയർ, തേർഡ് ടൈം 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? n സ്ക്വയർ ആയിരിക്കും. അത് നമുക്ക് സംശയിക്കേണ്ട, പെട്ടെന്ന് എഴുതാം. ഈക്വൽ ടു 3 പ്ലസ് 2n മൈനസ് 2, ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു n സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2n. ഇനി 3 മൈനസ് 2 വരും, ദാറ്റ് ഈസ് 1 പ്ലസ് 1 ഇൻറ്റു n സ്ക്വയർ. നമുക്ക് സൗകര്യത്തിനായിട്ട് ഇത് തിരിച്ചെഴുതാം. n സ്ക്വയർ ഇൻറ്റു 2n പ്ലസ് 1. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. എന്താണ് n സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ എന്ന് എഴുതാം. അതിനും കുഴപ്പമില്ല. ഇനി നമുക്ക് സം എഴുതാം. ദെർഫോർ Sn is equal to Sn നമുക്ക് an ഉപയോഗിച്ച് എഴുതാം. അതായത് സിഗ്മ k ഈക്വൽ ടു 1 to n ak എന്ന് എഴുതാം. കെയുടെ വാല്യൂ 1 മുതൽ n വരെ പോകുമ്പോൾ a1 a2 എക്സെട്ര an വരെയുള്ള ടേംസ് നമുക്ക് കിട്ടും. അവയുടെ എല്ലാം കൂടെ സമ്മാണ് Sn. ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n. ഇനി akക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? an-ൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, n-ന് പകരം k കൊടുത്താൽ മതി. ദാറ്റ് ഈസ് k സ്ക്വയർ ഇൻറ്റു 2k പ്ലസ് 1. k സ്ക്വയർ ഇൻറ്റു 2k പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n. k സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2kq പ്ലസ് k സ്ക്വയർ
which is equal to sigma k equal to 1 to n. രണ്ട് സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2k ക്യൂബ് പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 to n k സ്ക്വയർ which is equal to, ഇങ്ങനെ വരുന്ന ഈ 2നെ നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റാം. 2 ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n k ക്യൂബ് പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 to n k സ്ക്വയർ. ഇനി ഇത് രണ്ടും എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. നോക്കുക. സിഗ്മ k ഈക്വൽ ടു 1 to n k ക്യൂബ് ഈക്വൽ ടു കെയുടെ വാല്യൂ 1 മുതൽ n വരെ മാറും. അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ആണ്. അതായത് സം ഓഫ് ദിസ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇനി സിഗ്മ k ഈക്വൽ ടു 1 to n k സ്ക്വയർ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇതിന് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു k ക്യൂബിന് പകരം n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് n ഇൻറ്റു k സ്ക്വയറില്ലേ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഉണ്ടല്ലോ. അതുപോലെ ഇവിടെയും n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിലെ 6നെ 3 ഇൻറ്റു 2 എന്നാക്കാമല്ലോ. അപ്പോൾ അവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 വരും. അതായത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 നമുക്ക് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു, ഇതിൽ നിന്ന് ഒരു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ് കോമൺ എടുത്തത്. പോയിട്ട് 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇവിടെ വരും. പ്ലസ് ഇവിടുന്ന് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഞാൻ കോമൺ എടുത്തു. പോയിട്ട് ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ടാവുള്ളൂ. ഇവിടെ ന്യൂമറേറ്റർ 2n പ്ലസ് 1 2n പ്ലസ് 1 ബൈ 3. ഇനി ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. അതുകൊണ്ട് ഈ 3 കൊണ്ട് അപ്പോൾ നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2n പ്ലസ് 1 ബൈ 3. ഇനി മുന്നോട്ട് സിംപ്ലിഫിക്കേഷൻ പോകണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ ഇവിടെ കോമൺ ആക്കണം. അതിനുവേണ്ടി 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു 3n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 3. കോമൺ ഡിനോമിനേറ്റർ 3 ആക്കി. വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഇനി ഈ 3n കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ, കോമൺ അല്ലേ, 3n കൂടെ കൊണ്ടുവരാം. അപ്പോൾ 3 ഇൻറ്റു 2 6 വരും ബൈ 6 ഇൻറ്റു എങ്ങനെയാവും 3n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 2n പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 by 6 into 3n square plus 3n plus 2n 5n plus 1. Okay. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 1 into 2 into 3 plus 2 into 3 into 4 plus 3 into 4 into 5 plus 4 into 5 into 6 plus etc. ഇതിനകത്ത് nth ടേം ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. nth ടേം ഇത് വളരെ സിമ്പിളായ സീരീസ് ആണ്. അതുകൊണ്ട് നമുക്ക് nth ടേം പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കുക, 1 into 2 into 3 ഇതാണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 2 into 3 into 4. നോക്കുക, 1 into 1 plus 1 into 1 plus 2 2 into 2 plus 1 into 2 plus 2 3 into 3 plus 1 into 3 plus 2. അങ്ങനെയാണ് nth ടേം എന്തായിരിക്കും? n into n plus 1 into n plus 2 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഇതാണ്. an is equal to, ഇതിലെ ഓരോ ടേംസും 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അതിലെ ഓരോ നമ്പേഴ്സിൻ്റെയും സീരീസ്, ഫസ്റ്റ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എങ്ങനെ പോകും? ദാറ്റ് ഈസ് nth ടേം ഓഫ് ഫസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ nth ടേം ഓഫ് 1
2, 3, etc. ഈ സീക്വൻസിൻ്റെ nth ടേം ഇൻറ്റു സെക്കൻഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് 2, 3, 4, 5 അങ്ങനെയല്ലേ. അപ്പോൾ nth ടേം ഓഫ് 2, 3, 4, etc. ഇൻറ്റു nth ടേം ഓഫ് മൂന്നാമത്തെ നമ്പേഴ്സ് അങ്ങനെ പോകുന്നു 3, 4, 5 3ൽ തുടങ്ങുന്നു 3, 4, 5, 6 എന്നിങ്ങനെ 3, 4, 5 എക്സെട്ര. അപ്പോൾ 3 സീക്വൻസുകളുടെ പ്രോഡക്റ്റാണ്. ദാറ്റ്സ് ഈക്വൽ ടു nth ടേം ഓഫ് 1, 2, 3 എക്സെട്ര എന്താണ്? ഇത് നമുക്കറിയാം AP ആണ്. ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 1ഉം. അപ്പോൾ ഇതിൻ്റെ nth ടേം എന്ന് പറയുന്നത് f plus n minus 1 into d ആണ്. f ഫസ്റ്റ് ടേം വരുമ്പോൾ ദാറ്റ് ഈസ് 1 plus n minus 1 into 1. ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കിതിൻ്റെ nth ടേം എഴുതാം. n ആണ് 1, 2, 3 അങ്ങനെ പോകുന്നത്. nth ടേം n ആണ് ഇൻറ്റു ഇവിടെ ഫസ്റ്റ് ടേം ഇതും AP ആണ്. കോമൺ ഡിഫറൻസ് 1. അപ്പോൾ ഫസ്റ്റ് ടേം എന്താ 2 plus n minus 1 into 1 ഇൻറ്റു ഇതോ ഫസ്റ്റ് ടേം 3 ആയ AP ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെയും 1 തന്നെ. 3 plus n minus 1 into 1 which is equal to 1 plus n minus 1 into 2 plus n minus 1 ഈ 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു 3 plus n minus 1 which is equal to 1 plus n minus 1 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആയിട്ട് n ഇൻറ്റു ഇനി 2 plus n minus 1 നോക്കുക 2 minus 1 1 ആണ് പ്ലസ് 1 വരും n plus 1 n എഴുതി ദെൻ 2 minus 1 plus 1 ഇൻറ്റു ഇവിടെ n ഉണ്ട് 3 minus 1 plus 2 അപ്പം n plus 2. അപ്പം നമ്മൾ ആദ്യം ഗസ് ചെയ്ത അല്ലെങ്കിൽ ഇതിൻ്റെ എലമെൻസിൻ്റെ പ്രത്യേകതയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ അതേ nth ടേം തന്നെയാണ് കിട്ടുന്നത്. n ഇൻറ്റു n plus 1 ഇൻറ്റു n plus 2. ഇനി Sn is equal to സം ടു n ടേംസ്. Sn is equal to നമുക്ക് സിമ്മ സിംപ്ലിഫൈ ചെയ്യാം. സിമ്മ k is equal to 1 to n ak, അതായത് a1, a2 എക്സെട്ര an വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. വിച്ച് ഇസ് ഈക്വൽ ടു സിമ്മ k ഈക്വൽ ടു 1 to n ak എന്ന് പറയുമ്പോൾ ഈ anനകത്ത് എൻ്റെ ഇക്വേഷൻ ഇതാണല്ലോ, ഇതിനകത്ത് എന്നിന് പകരം k കൊടുക്കുക. k ഇൻറ്റു k plus 1 ഇൻറ്റു k plus 2. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. which is equal to sigma k is equal to 1 to n k square plus k into k plus 1 k square plus k into k plus 2. which is equal to k equal to 1 to n. sigma k is equal to 1 to n. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. k square into k എന്താണ് k cube, then k square plus into 2 plus 2k square, then k into k plus k square plus k into 2 2k. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. സുമ k is equal to 1 to n k cube plus 2k square plus k square plus 2k. സൗകര്യത്തിന് വേണ്ടി അടുത്ത പേജിലോട്ട് എഴുതിയതാണ്. ദാറ്റ്സ് ഈക്വൽ ടു സുമ k equal to 1 to n k cube plus 2k സ്ക്വയറും k സ്ക്വയറും കൂടെ കൂട്ടാം 3k സ്ക്വയർ പ്ലസ് 2k. ഇനി നമുക്ക് 3 ടേംസിൻ്റെ സമ്മാക്കി ഇതിനെ മാറ്റാം. അത് സിമ്മ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സിമ്മ k is equal to 1 to n k ക്യൂബ് പ്ലസ് സിമ്മ k equal to 1 to n 3k സ്ക്വയർ പ്ലസ് സിമ്മ k is equal to 1 to n 2k. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന ഇതാണ്. സിമ്മ k ഈക്വൽ ടു 1 to n k ക്യൂബ് പ്ലസ് ഇവിടെ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് സിമ്മയ്ക്ക് പുറത്തെടുക്കാം. 3 ഇൻറ്റു സിമ്മ k is equal to 1 to n k സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു സിമ്മ k is equal to 1 to n k. ഇനി ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടെ നോക്കാം. സിമ്മ k is equal to 1 to n k എന്താണ് ഇത്, അതായത് kയുടെ വാല്യൂ 1 മുതൽ n വരെ മാറും. എന്നിട്ട് ആ ടേംസിൻ്റെ എല്ലാം സമ്മ് ദാറ്റ് ഈസ് 1 plus 2 plus എക്സെട്ര പ്ലസ് n ആണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഇക്വേഷൻ? n ഇൻറ്റു n plus 1 by 2. ഇനി സിമ്മ k is equal to 1 to n
കെ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് കെയുടെ വാല്യൂ 1 തൊട്ട് n വരെ മാറുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 കിട്ടും. ഇനി സുമ k is equal to 1 to n k cube, that is 1 cube plus 2 cube plus etc plus n വരെയാണ് n cube, that is sum of the cubes of first and natural numbers, that is n into n plus 1 by 2 the whole square. അപ്പോൾ ഈ 3 ഇക്വേഷനും പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ടോപ്പിക്കിൽ നിന്നുള്ളത്. അപ്പോൾ ഇത് 3 കാണാതെ പഠിച്ചിരിക്കുക. ഇനി ഇതിന് വാല്യൂ കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു അത് സുമ 1 to n k cube ആണ്. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 3 ഇൻറ്റു സുമ k is equal to 1 to n k square, that is n into n plus 1 into 2n plus 1 by 6 plus 2 into summa k is 2 into summa k is equal to 1 to n k, that is n into n plus 1 by 2. ഇവിടെ 3യും 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, പോയിട്ട് ഡിനോമിനേറ്റർ 2 വരും. അപ്പോൾ എല്ലാത്തിലും n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഉണ്ടല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ പുറത്തോട്ടെടുത്തു, അകത്ത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ഇവിടെ നോക്കുക 3യും 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്റർ 2 വരും. അപ്പോൾ ആ 2ഉം n ഇൻറ്റു n പ്ലസ് 1 കൂടെ നമ്മൾ പുറത്തോട്ടെടുക്കുന്നു, പോയിട്ട് ഇപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 നമ്മൾ പുറത്തോട്ടെടുത്തു, പോയിട്ട് 2n പ്ലസ് 1 പ്ലസ് ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പുറത്തെടുത്തു, പ്ലസ് 2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ഇത് നമ്മൾ ആഡ് ചെയ്യാമല്ലോ 2n പ്ലസ് 3. ഇനി ഭിന്നസംഖ്യകൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 കോമൺ ആക്കണം, അപ്പോൾ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഇപ്പോൾ നമ്മളിവിടെ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 2 എഴുതി. ഇനി കോമൺ ഡിനോമിനേറ്റർ 2വിനെയും കൂടെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാം. ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ അപ്പോൾ 2 ഇൻറ്റു 2 വരും, ദാറ്റ് ഈസ് 4 ഇൻറ്റു അകത്തെന്ത് വരും n സ്ക്വയർ പ്ലസ് n പ്ലസ് 4n പ്ലസ് 6 വരും. ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 4 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 4n പ്ലസ് n 5n പ്ലസ് 6. അപ്പോൾ ഇതാണ് n തെറ്റ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 4 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 6 എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം, കാരണം ഈ n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 6 എന്നുള്ളത് n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 6 എന്നുള്ളത് n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ആണ്. n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ആണ്. നമുക്ക് ഗുണിച്ച് കഴിയുമ്പോൾ n സ്ക്വയർ കിട്ടും, n സ്ക്വയർ ദെൻ 3n-ഉം 2n-ഉം 5n വരും, 2 ഇൻറ്റു 3 6ഉം കിട്ടും. ഫിസിക്കൽ ഇങ്ങനെ എഴുതാം n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3, അതായത് n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 6നെ n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 എന്ന് എഴുതി ബൈ 4 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 3 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 11 പ്ലസ് 9 ഇൻറ്റു 14 പ്ലസ് എക്സെട്ര. അത് നമുക്ക് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കണം. അപ്പോൾ അത് അത്ര ഈസി അല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ദെൻ ഇതിലെ ഓരോ ടേമും 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്പേഴ്സിൻ്റെ
ഒരു സീക്വൻസ് നമുക്ക് എഴുതാം. നമുക്ക് സെക്കൻഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാം. എ എൻ ഇസ് ഈക്വൽ ടു nth ടേമിന് എ എൻ ഉണ്ട്. എ എൻ ഇസ് ഈക്വൽ ടു nth ടേം ഓഫ് ഫസ്റ്റ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്, ദാറ്റ് ഈസ് 3, 6, 9 എക്സെട്ര ഇൻറ്റു nth ടേം ഓഫ് സെക്കൻഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്, ദാറ്റ് ഈസ് 8, 11, 14 എക്സെട്ര. ഇനി ഈ സീക്വൻസ് കണ്ടാൽ നമുക്കറിയാം 3, 6, 9 എക്സെട്ര എന്നുള്ളത്. ഇതൊരു എ പി ആണ്. ഫസ്റ്റ് ടേം 3 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണെന്ന് നമുക്കറിയാം. 9 - 6 3 ആണ്. 6 - 3 3 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ അതൊരു എ പി ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ nth ടേം നമുക്കറിയാം. എ പിയുടെ nth ടേം എന്ന് പറയുന്നത് f + n - 1 d. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് കൂട്ടുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 3. 3 + n - 1 × d. n - 1 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസും 3 തന്നെയാണ്. 3 + 3 6, 6 + 3 9 ഇൻറ്റു ഇവിടെ nth ടേം ഇതും എന്താണ് 8, 11, 14 3 വീതം കൂടി വരികയാണ്. അപ്പോൾ ഇതും ഒരു എ പി ആണ്. ഫസ്റ്റ് ടേം 8, കോമൺ ഡിഫറൻസ് 3. അപ്പോൾ 8 + n - 1 × 3 ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 3 പ്ലസ് ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 3n - 3 ഇൻറ്റു 8 പ്ലസ് ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 3n - 3 വിച്ച് ഈസ് ഈക്വൽ ടു ദെൻ ഇതിനകത്ത് 3യും -3യും കൂടെ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് 3n ഇൻറ്റു ദെൻ ഇവിടെ നമുക്ക് 3n എടുത്തു. ദെൻ 8 - 3 എത്രയാണ്? +5 ആണ്. +5. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം an എന്താണ്? an is equal to 3n ഇൻറ്റു 3n + 5. ഇതാണ് ജനറൽ ടേം. ഇനി നമുക്ക് SN എഴുതാം. SN is equal to SN നമുക്ക് സിഗ്മ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുന്നു. സിഗ്മ k is equal to 1 to n ak ആണ്. അപ്പോൾ k 1 ആകുമ്പോൾ a1 കിട്ടും. അങ്ങനെ ഓരോ ടേം k n ആകുമ്പോൾ an വരെയുള്ള ടേംസ് കിട്ടും. ഈക്വൽ ടു സിഗ്മ k is equal to 1 to n akയ്ക്ക് പകരം നമുക്കിവിടെ അറിയാം an എന്ന് പറയുന്നത് 3n ഇൻറ്റു 3n + 5 ആണ്. അപ്പോൾ ak എന്തായിരിക്കും? ഈ എന്നിന് പകരം k കൊടുക്കുക. ഇതിനകത്ത് എന്നിന് പകരം k കൊടുക്കുക. അപ്പോൾ 3k ഇൻറ്റു 3k + 5 വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ k is equal to 1 to n. ഇതിനകത്ത് 3k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 9k² + 15k എന്ന് വരും. 9k² + 15k വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ നമുക്ക് ഈ രണ്ട് സമ്മാക്കാം. സിഗ്മ k is equal to 1 to n 9k² + സിഗ്മ k is equal to 1 to n 15k ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് സിഗ്മയുടെ പുറത്ത് നിർത്താം. 9 ഇൻറ്റു സിഗ്മ k is equal to 1 to n k² + 15 ഇൻറ്റു സിഗ്മ k is equal to 1 to n k. ഇനി സിഗ്മ k is equal to 1 to n k² എന്താണ്? സിഗ്മ k is equal to 1 to n k² equal to 1² + 2² + etc. + n² ആണ്. which is equal to sum of the squares of first and natural numbers n into n plus 1 into 2n plus 1 by 6. അപ്പോൾ നമുക്ക് ഇതോ സിഗ്മ k is equal to 1 to n k equal to 1 plus 2 plus etc. plus n ആണ്. which is equal to n into n plus 1 by 2 which is equal to നമുക്കിവിടെ വാല്യൂ കൊടുക്കുന്നു 9 into n into n plus 1 into 2n plus 1 by 6 plus 15 into n into n plus 1 by 2 which is equal to ഈ 9ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. പോയിട്ട് ഇവിടെ 3യും ഇവിടെ 2ഉം വരും. 3 into n into n plus 1 into 2n plus 1 by 2 plus 15 into n into n plus 1 by 2. ഈ രണ്ടിനകത്ത് n into n plus 1 by 2 ഉണ്ട്. അത് കോമൺ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് n into n plus 1 by 2 into 3 into 2n plus 1ഉം ഇവിടെയോ പ്ലസ് 15ഉം ഉണ്ട്.
ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്നു 6n പ്ലസ് 3 പ്ലസ് 15 which is equal to n into n plus 1/2 into 6n plus 18 വരും 6n plus 18 which is equal to n into n plus 1 into ഇതിനകത്ത് 6 കോമൺ ആണ് 6 കോമൺ ആണ് ഇതിനകത്ത്. അപ്പോൾ ആ 6 നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു n പ്ലസ് 3 എന്ന് വരും ബൈ 2. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക 6ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പോൾ 3 ന്യൂമറേറ്റർ വരും 3n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 എന്ന് വരും. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട്. കാൽക്കുലേറ്റ് ദി സം ഓഫ് n ടേംസ് ഓഫ് ദി സീരീസ് ഹൂസ് nth ടേം ഈസ് an is equal to n ഇൻറ്റു n പ്ലസ് 3. ഇവിടെ nth ടേം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ഒഴിവാക്കാം നമ്മുടെ ക്രിയയിൽ. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് SNലേക്ക് പോകാം. നമുക്കറിയാം an is equal to n ഇൻറ്റു n പ്ലസ് 3. ദെൻ SN is equal to നമുക്ക് k ഉപയോഗിച്ച് എഴുതാം. സിഗ്മ k is equal to 1 to n ak ആണ്. വിച്ച് is equal to സിഗ്മ k is equal to 1 to n. ഇവിടെ ak നോക്കുക എന്ത് വരും k ഇൻറ്റു k പ്ലസ് 3 എന്ന് വരും. k ഇൻറ്റു k പ്ലസ് 3 an കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ n പകരം k കൊടുത്താൽ ak കിട്ടും. which is equal to sigma k is equal to 1 to n ഇത് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k സ്ക്വയർ പ്ലസ് 3k നമുക്ക് രണ്ടാക്കാം. ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ k is equal to 1 to n k സ്ക്വയർ പ്ലസ് അപ്പോൾ നമുക്ക് 3 നമുക്ക് പുറത്ത് നിർത്താമല്ലോ 3 ഇൻറ്റു സിഗ്മ k is equal to 1 to n k വരും. ദെൻ ഇത് രണ്ടും നമുക്കറിയാം. സിഗ്മ k is equal to 1 to n k സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും കെയ്ക്ക് 1 തൊട്ട് n വരെ വാല്യൂ വരുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്നാവും. അതായത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഇനി സിഗ്മ k is equal to 1 to n k എന്താണ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇതിന് പകരം വാല്യൂസ് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 പ്ലസ് 3 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരും. 9n ഇൻറ്റു n പ്ലസ് 1 ബൈ 3 ഇൻറ്റു 6. ഇനി n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 ഇൻറ്റു ഇവിടെ 2n പ്ലസ് 1 ഇവിടെയോ 9 ഉണ്ടാവും പ്ലസ് 9. ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 ഇൻറ്റു 2n പ്ലസ് 10 വരും. ഇനി ഇതിനകത്ത് 2 കോമൺ ആണ്, അതുകൊണ്ട് ആ 2നെ നമുക്ക് പുറത്തെടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു n പ്ലസ് 5 2n പ്ലസ് 10 കിട്ടും ബൈ 6. 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 ബൈ 2 കൊണ്ട് ക്യാൻസൽ 2ഉം 6ഉം 2 ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 3 വരും. 3 ഇതാണ് സം.